വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. ഇനി നമ്മൾ ടേബിളിന്റെ പേര് ചേഞ്ച് ചെയ്യണം. സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടേബിളിന്റെ പേര് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആപ്പ് അണ്ടർസ്കോർ സ്റ്റുഡൻസ് എന്നാക്കണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ ഓൾട്ടർ ടേബിൾ കൊടുക്കാം. ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻസ്, എന്നിട്ട് റീനെയിം, പുതിയ പേര് ആപ്പ് അണ്ടർസ്കോർ സ്റ്റുഡൻസ്. ഒരു എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ടേബിളിന്റെ പേര് ഇവിടെ ചേഞ്ച് ആയത് കാണാൻ പറ്റും. അപ്പോൾ ഒരു എക്സ്ട്രാ കോളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ടർ ടേബിളിന്റെ പേര്, ആഡ് നമ്മുടെ കോളത്തിന്റെ പേര്, അതിന്റെ ടൈപ്പ്, പിന്നെ എക്സ്ട്രാ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നള്ളബിൾ അല്ല, അല്ലെങ്കിൽ ഓട്ടോ ഇൻക്രിമെന്റ് ആണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്പേസ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഫീൽഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫീൽഡിന്റെ അപ്പുറത്തേക്ക് പൊസിഷൻ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആഫ്റ്ററോ അല്ലെങ്കിൽ ബിഫോറോ വെച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി ഒരു കോളം റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് റീനെയിം കോളം എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കാം. എന്നിട്ട് പഴയ കോളത്തിന്റെ പേര് ടു പുതിയ കോളത്തിന്റെ പേര്. ഇനി ഒരു കോളത്തിന്റെ ഡാറ്റ ടൈപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ മോഡിഫൈ കോളം എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കാം. ഇനി ഒരു കോളം ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഡ്രോപ്പ് കോളം. ഇനി ടേബിൾ തന്നെ റീനെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ റീനെയിം എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കാം. ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻസ് റീനെയിം എന്നാണ് പുതിയ പേര്, രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ആയിട്ട് പുതിയ പേര്.